بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയ മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖം സന്തോഷം എന്ന് കരുതുന്നു. അല്ലാഹു തആല സുഖത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 210 ഇതിൽ റഅയ്തല്ലദീ യൻഹാ മുതൽക്കുള്ള ആയത്തുകളാണ് എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്നയിലാ റബ്ബിക റുജാ എന്നതുവരെ എടുത്തു, 8ാമത്തെ ആയത്ത്. ഇതിൽ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ എന്നുള്ള ആയത്തുകളാണ് എടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യൻഹാ, അറഅയ്ത നീ കണ്ടോ എന്നാണ് എൻ്റെ അർത്ഥം. അറഅയ്ത അല്ലദീ യൻഹ, തടയുന്ന ഒരുത്തനെ കണ്ടോ. എന്താ തടയുന്നത്? അബ്ദൻ, ഒരു അബ്ദിനെ ഇദാ സ്വല്ലാവൻ നമസ്കരിക്കുമ്പോൾ ആ അബ്ദ് നമസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്നതിന് തടയാണ്. അങ്ങനത്തെ ഒരു കക്ഷിയെ നീ കണ്ടോ എന്ന് റസൂലിനോട് ചോദിക്കുക. കണ്ടോ എന്ന് ചോദിക്കുന്നത് കാര്യത്തിൻ്റെ ഗൗരവമാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. തഅജീബാണ്. മിൻ ഹാലി ദാലിക ശഖിയിൽ ഫാജിർ, ഈ തെമ്മാടിയും ഈ പരാജിതനുമായ ദുഷ്ടനുമായ ഈ കക്ഷിയുടെ നിലപാടിനെ സംബന്ധിച്ചുള്ള ആശ്ചര്യം പ്രകടിപ്പിക്കലാണ്. അതാണ് അറഅയ്ത എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാവുന്നത്. അറഅയ്തല്ലദീ യൻഹ, അറഅയ്ത നീ കണ്ടോ അല്ലദീ ഒരുത്തനെ യൻഹ അവൻ തടയുന്നു അബ്ദൻ ഒരു അബ്ദിനെ. അബ്ദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഇദാ സ്വല്ലാ അവൻ നമസ്കരിക്കുമ്പോൾ, ആ അബ്ദ് നമസ്കരിക്കുമ്പോൾ, അബ്ദ് നമസ്കരിക്കാൻ തയ്യാറായാൽ അവിടെ തടയാണ്, നബിയെ അനാവശ്യങ്ങൾ പറയാണ്. ഇങ്ങനെയുള്ള ഒരു നിലപാടിലാണ് ഈ ഫാജിറും ഷഖിയുമായ ഈ കക്ഷി. ആരാണത്? അബൂജഹൽ. അത് അബൂജഹലാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ തഫ്സീർ തഅജീബുൻ മിൻ ഹാലി ദാലിക ശഖിയിൽ ഫാജിർ, ഈ ദുഷ്ടനും തമ്മാടിയുമായ ഈ കക്ഷിയുടെ നിലപാടിൽ ആശ്ചര്യം പ്രകടിപ്പിക്കലാണ് അറഅയ്ത എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലാഹു തആല പറയാണ്, അഖ്ബിർനി യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ് എന്നോട് പറയുക, ഫി ഹാലി ദാലിക ശഖിയിൽ ഫാജിർ അൽ മുജ്രിം, കുറ്റവാളിയും തമ്മാടിയുമായ ഈ കക്ഷിയുടെ സ്ഥിതിയെ പറ്റി. അല്ലദീ യൻഹാ, എങ്ങനെയുള്ള കക്ഷിയാണ്? അവൻ തടയുന്നു അബ്ദൻ, ഒരു അബ്ദിനെ, ഒരു അടിമയെ, മിൻ ഇബാദില്ല, അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്നുള്ള അടിമകളിൽപ്പെട്ട ഒരു അടിമയെ അവൻ തടയുന്നു. അനിസ്വലാത്തി, നിസ്കരിക്കുന്നത് തടയാണ്. നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അജ്മഅൽ മുഫസ്സിറൂന, മുഫസ്സിരീങ്ങൾ ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട്, അന്നൽ മുസല്ലി, ഈ മുസല്ലി ആരാണ് ഈ നിസ്കരിക്കുന്നത്? ഹുവ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാന്യനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായിരുന്നു ഈ നമസ്കരിക്കുന്ന ആൾ. അന്നല്ലദീന ഹാഹു, നബിയെ തടഞ്ഞ കക്ഷി ആരാണ്? നിസ്വലാത്ത്, നിസ്കാരത്തിൽ തൊട്ട്. അത് അല്ലഈൻ അബൂജഹൽ, ശപിക്കപ്പെട്ട അബൂജഹലുമായിരുന്നു. അപ്പോൾ നമസ്കരിക്കുന്നത് നബിയും ആ നമസ്കാരത്തെ തടയുന്നവൻ അബൂജഹലുമായിരുന്നു. ഹൈതു ഖാല ലഇൻ റഅയ്തു മുഹമ്മദൻ യുസല്ലി ലാ തൻഅല ഉനുഖിഹി, കാരണം അബൂജഹൽ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് ഇനിയും നമസ്കരിക്കുന്നത് ഞാൻ കാണാനിടയായാൽ അവൻ്റെ കഴുത്തിന് ഞാൻ ചവിട്ടും. സുജൂദിൽ കിടക്കുമ്പോഴേ കഴുത്തിന് ചവിട്ടും, എളുപ്പമാണല്ലോ. അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇത് ആ പറഞ്ഞ കക്ഷി, ആ തടഞ്ഞ കക്ഷി അബൂജഹലും നമസ്കരിക്കുന്നയാൾ ബഹുമാന്യനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാണ്.
ഇനി 10-ാമത്തെ ഇപ്പോൾ അറഹൈത്തല്ലദീ യൻഹാ 9-ാമത്തെ ആയത്തും അബ്ദൻ ഇദാ സ്വല്ല എന്ന് പറഞ്ഞ 10-ാമത്തെ ആയത്താണ്. 11-ാമത്തെ ആയത്ത് അറഅയ്ത ഇൻ കാന അലൽ ഹുദാ, അറഅയ്ത നീ കണ്ടോ, ഇൻ കാന അലൽ ഹുദാ ഈ നമസ്കരിക്കുന്ന കക്ഷി ഹുദയിലായി സന്മാർഗത്തിലായി ആണ് എന്നത് നീ കാണുന്നുണ്ടോ? അഖ്ബിർനി ഇൻ കാന ഹാദൽ അബ്ദുൽ മുസല്ലി ഈ നമസ്കരിക്കുന്ന അടിമ വഹുവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലദീ തൻഹു അനിസ് സ്വലാത്തി അവനെ അദ്ദേഹത്തെ നമസ്കാരത്തിൽ തൊട്ട് തടയുന്ന, അങ്ങനെയുള്ള ആരെ തൊട്ടാണോ നമസ്കരിക്കുന്നത് തടയുന്നത്, ആരെ നമസ്കരിക്കുന്നതിന് തടയുന്നത് ആരാണോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹം സാലിഹൻ മുഹ്തദിയൻ അല തരീഖത്തിൽ മുസ്തഖീമ ഫി ഖൗലിഹി വ ഫിഅലിഹി ആ നമസ്കരിക്കുന്ന കക്ഷി ഹുദയിലാണ്, സാലിഹുമാണ്, സന്മാർഗം ലഭ്യമാക്കിയ ആളുമാണ്, മുസ്തഖീമത്തായ നേരായ വഴിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് എങ്കിൽ അങ്ങനെയുള്ള ഇയാളെ ഇതിനെ സംബന്ധിച്ച് നീ എന്താണ് മനസ്സിലാക്കിയത്, നീ കണ്ടോ എന്നാ ചോദിക്കുന്നത്. റഅയ്ത ഇൻ കാന അലൽ ഹുദാ അഖ്ബിർനി ഇൻ കാന ഹാദൽ അബ്ദുൽ മുസല്ലി വഹുവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. തൻഹു അനിസ് സ്വലാത്തി സാലിഹൻ ആരെയാണോ നമസ്കാരത്തെ തൊട്ട് തടഞ്ഞത്, ഈ അബൂജഹൽ തടഞ്ഞത്, അദ്ദേഹം സാലിഹും മുഹ്തദിയുമാണ്. നബി സാലിഹായ മുഹ്തദി എന്ന് പറഞ്ഞാൽ ഹിദായത്ത് ലഭിച്ച അല തരീഖൽ മുസ്തഖീമത്തി നേരായ വഴിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഖൗലി അദ്ദേഹത്തിൻ്റെ വാക്കിലും വഫീലി പ്രവർത്തനത്തിലും ഒക്കെ നേരായ വഴിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ ഔ അമറ ബിത്തഖ്വ അതല്ലെങ്കിൽ അദ്ദേഹം തഖ്വ കൊണ്ട് കൽപ്പിക്കുന്നുവെങ്കിൽ ലൗ കാന ആമിറൻ ബിൽ ഇഖ്ലാസി വത്തൗഹീദ് അദ്ദേഹം ഉത്ബോധനം നടത്തുന്നത് തഖ്വ കൊണ്ടാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലുൽ അവാമിരില്ലാഹി വജ്തിനാബു നവാഹി അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ എടുക്കുകയും അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുകയും ചെയ്യുക എന്നതാണ് തഖ്വ. ഇങ്ങനെയുള്ള തഖ്വ അവലംബിക്കണമെന്ന് ആജ്ഞാപിക്കുക, ഉപദേശിക്കുക. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ദായിയൻ ഇലൽ ഹുദാ വർ റഷാദ് സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഉദ്ബോധനം ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൈഫ തസ്ജുറുഹു തൻഹാഹു എങ്ങനെയാണ് ഇവൻ അദ്ദേഹത്തെ തടയുന്നത് നമസ്കാരത്തെ തൊട്ട്? അപ്പൊ ഇവൻ എന്തൊരു വിഡ്ഢിയാണ് ഇവൻ. അദ്ദേഹം നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിൻ്റെ തൊട്ട് തടയുക വലിയ വിഡ്ഢി തന്നെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിട്ട് അള്ളാഹു പറയാണ് അറഅയ്ത ഇൻ കദ്ദബ വതവല്ലാ അറഅയ്ത നബിയെ നിങ്ങൾ കണ്ടോ ഇൻ കദ്ദബ വതവല്ല ഇൻ കദ്ദബ അവൻ ഖുർആനിനെ കളവാക്കുകയും വതവല്ല അവൻ പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ എന്ന്. ഇതും കണ്ടോ ഇല്ലേ എന്നുള്ളത് ചോദിച്ച മനസ്സിലാക്കലല്ല, ഇത് ആശ്ചര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അറായിത്ത എന്നുള്ള ഇവിടെ പറഞ്ഞ എല്ലാ അറായിത്തയും അതിൽപ്പെട്ടതാണ്. 2-3 അറായിത്ത് പറഞ്ഞിട്ടുണ്ട്. അറായിത്ത ഇൻ കദ്ദബ വതവല്ല അഖ്ബിർനി യാ മുഹമ്മദ് ഇൻ കദ്ദബ ബിൽ ഖുർആനി ഖുർആനെ അവൻ കളവാക്കുക, വഅർദാനിൽ ഈമാനി വിശ്വസിക്കാതെ പിന്തിരിഞ്ഞു പോവുകയും ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും സ്ഥിതി? അലം യഅലം ബിഅന്നല്ലാഹ യറാ അവൻ മനസ്സിലാക്കിയിട്ടില്ലേ? അലം യഅലം 14-ാമത്തെ ആയത്ത്. അലം യഅലം അവൻ മനസ്സിലാക്കിയിട്ടില്ലേ
ബിഅന്നല്ലാഹ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യറാ അവനെ കാണുന്നുണ്ട് എന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ലേ? ഈ ദുഷ്ടനും ഈ തമ്മാടിയുമായ കക്ഷി അലം യഅലം ദാലിക ശഖി, ഈ ദുഷ്ടൻ മനസ്സിലാക്കിയിട്ടില്ലേ അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല മുത്തലിഉൻ അലാ അഹ്വാലി അവൻ്റെ കാര്യങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പ്രവർത്തികൾ എന്നുള്ളത് അവൻ മനസ്സിലാക്കിയിട്ടില്ലേ? സയ്യുജാസിഹി അലൈഹ, എല്ലാത്തിനും അല്ലാഹു തആല പ്രതിഫലം നൽകാതിരിക്കില്ല. വാ അപ്പോ അതാണ് അല്ലാഹു തആല പറയുന്ന അലം യഅലം ബിഅന്നല്ലാഹ യറ, അവൻ ചെയ്യുന്ന ഈ കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തങ്ങളും ഈ ദുഷ്ടത്തരങ്ങളും റസൂലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന പ്രവർത്തികൾ, അവൻ റസൂൽ നിസ്കരിക്കുമ്പോൾ അതിനെ തടയുകയും ഇനി നിസ്കരിക്കുന്നത് കണ്ടാൽ റസൂലിൻ്റെ കഴുത്തിന് ഞാൻ ചവിട്ടി എന്നൊക്കെ ചവിട്ടും എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഇത്തരം ഈ ദുഷ്ട സ്വഭാവങ്ങളൊക്കെ അവൻ വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹു തആല അറിയുന്നില്ലേ എന്നവൻ മനസ്സിലാക്കുന്നുണ്ടോ? അലം യഅലം ബിഅന്നല്ലാഹ യറ, അല്ലാഹു തആല കാണുന്നുണ്ട് ഇതെല്ലാം എന്നുള്ള അവൻ മനസ്സിലാക്കിയിട്ടില്ലേ? കല്ലാ, യാതൊരു സംശയവുമില്ല, ഉറപ്പ് തന്നെയാണ്. ലഇല്ലം യന്തഹി, അവൻ വിരമിക്കുന്നില്ലെങ്കിൽ, ഈ ദുഷ്ടത്തരത്തിൽ നിന്ന്, ഈ തമ്മാടിത്തത്തിൽ നിന്ന് അവൻ വിരമിക്കുന്നില്ലെങ്കിൽ ലനസ്ഫഅൻ, തീർച്ചയായും ഞാൻ അവനെ പിടികൂടും, ബിന്നാസിയത്തി, അവൻ്റെ കുടുമ പിടിച്ച് വലിക്കുക തന്നെ ചെയ്യും. നാസിയത്ത് എന്ന് പറഞ്ഞാൽ തലയുടെ മുൻഭാഗത്തുള്ള ആ മുടിയും ഇതൊക്കെയാണ്, അതാണ് കുടുമ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പിടിച്ച് നമ്മൾ പിടിച്ചു വലിക്കും. ليرتدع هذا الفاجر أبو جهل عن غيه وضلاله والله لئن لم ينتهي عن نظر رسول, റസൂലിനെ ഈ ശത്രുത വെച്ച് ഇങ്ങനെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് അവൻ വിരമിക്കുന്നില്ലെങ്കിൽ മിനൽ കുഫ്രി വദ്ദലാലി, ഈ അവിശ്വാസവും ഈ ദലാലിയത്തും അവൻ ഒഴിവാക്കുന്നില്ലെങ്കിൽ ലനഅഖുദന്നഹു ബിനാസിയതിഹി, അവൻ്റെ തലയുടെ മുൻഭാഗത്തുള്ള മുടിയെ നാം പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ വളരെ ശിക്ഷ അവന് ലഭ്യമാകും എന്നർത്ഥം. എല്ലാ ലൈലം യന്തഹി ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിയ, ഈ നാസിയത്തുള്ള കക്ഷി കാദിബാണ്. കാദിബത്തിൻ, നാസിയത്തിൻ്റെ ആള് ആരാണ്? കാദിബത്തിൻ, കാദിബാണ്, കള്ളനാണ്. ഫാജിറുൻ, ഖാതിയത്തിൻ, ഫാജിറിൻ എന്ന് പറഞ്ഞാൽ തമ്മാടിയുമാണ്. കസീറുദ്ദുനൂബി വല്ലജ്റാം, കണ്ടമാനം തെറ്റ് ചെയ്യുന്നയാളുമാണ്. വസഫഹ ബിൽ കദിബി വൽ ഖതിയത്തി മജാസൻ, ഇവനെ ഇങ്ങനെ കള്ളം, ഖതിയത്ത് എന്നൊക്കെ ഉള്ള വാക്കുകൾ ഉപയോഗിച്ച് അവനെ വിശേഷിപ്പിച്ചത് മജാസാണ്. വൽ കാദിബുൽ ഖാതിബു ബിൽ ഹഖീഖത്തി സാഹിബുഹ, ഖാദിബും ഖാതിയും ആവല്, ഇവിടെ ഖാതി എന്ന് പറഞ്ഞാൽ പിഴച്ചവൻ, ഖാദിബ് എന്ന് പറഞ്ഞാൽ കള്ളൻ, അത് ഈ കക്ഷിയാണ്. യഥാർത്ഥത്തിൽ കാദിബും ഖാതിയും എന്ന് പറഞ്ഞാൽ അത് ഈ കക്ഷിയാണ്, സാഹിബ്. വൽ ഖാതിയു, ഖാതി എന്ന് പറഞ്ഞാൽ അല്ലദീ യഫ്അലു ദമ്മ മുതഅമ്മിദൻ, ഖാതിയത്ത്. അപ്പോൾ കുറ്റകൃത്യങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നയാളാണ് ഖാതി എന്ന് പറഞ്ഞാൽ. കാദിബത്ത് എന്ന് പറഞ്ഞാൽ കളവ് പറയുന്ന. അപ്പോൾ നാസിയത്തിനോട് സാമ്യമായിട്ട് പറഞ്ഞതാണ് കാദിബത്തും ഖാതിയത്തും. ശരിക്കും കാദിബത്ത് എന്ന് പറഞ്ഞാൽ ആരാ? ഈ നാസിയത്തിൻ്റെ സാഹിബ, നാസിയത്തുള്ള കക്ഷിയാണ്. അത് കാദിബാണ്, ഖാതിബ് പിഴച്ചവനുമാണ്. അവൻ മനഃപൂർവ്വം തെറ്റുകൾ ചെയ്തു കൂട്ടുകയാണ്.
മുക്തി എന്ന നിലയ്ക്കല്ല. മുക്തി എന്ന് പറഞ്ഞാൽ ഉദ്ദേശപൂർവം അല്ലാതെ ചെയ്യുന്ന തെറ്റുകൾക്കാണ് മുക്തി എന്ന് പറയാം. ഹാത്തി എന്ന് പറഞ്ഞാലോ കുറ്റകൃത്യങ്ങൾ മനഃപൂർവ്വം ചെയ്യുക ആയതുകൊണ്ട് അവൻ വിളിക്കട്ടെ, അവൻ വിളിച്ചോട്ടെ, നാദിയഹു അവൻ്റെ പിന്നെ ക്ലബിലുള്ളവരെ. നാദി എന്ന് പറഞ്ഞാൽ ക്ലബ് എന്നാ പറയാം. ക്ലബിൽ കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ, ആ ആളുകളും അവൻ്റെ കൂട്ടാളികളും, അതാണ് ഇവിടെ ഉദ്ദേശം. എന്നിട്ട് അവരോട് സഹായം തേടട്ടെ, നാദിയാവും. ഇതെങ്ങനെ പറയാൻ കാരണം 18ാമത്തെ ആയത് സബാനിയ, നമ്മൾ വിളിക്കും ആരെ? സബാനികാക്കളെ. ഈ നരകം കാക്കുന്ന മലക്കുകളെ, അദാബിൻ്റെ മലക്കുകളാണ് സബാനിയത്ത് എന്ന് പറഞ്ഞാൽ. ആ സബാനിയത്തിനെ നമ്മൾ വിളിച്ചോളാം എന്ന്. അപ്പോൾ നാദിയഹു, അവൻ്റെ ക്ലബിലുള്ള ആളുകളെല്ലാം അവൻ വിളിച്ചോട്ടെ, നമ്മൾ സബാനിയത്തിനും വിളിക്കും. എന്നിട്ട് എന്താ വരിക എന്ന് നോക്കാമല്ലോ. എന്താ പറഞ്ഞത്? ഇതിങ്ങനെ പറയാൻ കാരണം ഈ തഫ്സീർ പറയാം. സനദഉ ഖസനത ജഹന്നം, നരകം കാക്കുന്ന മലക്കുകളെ നമ്മൾ വിളിച്ചോളാം. അൽ മലായികത്ത് ഗിലാദ് ഷിദാദ്, ശക്തന്മാരും വളരെ പിന്നെ ഗൗരവമേറിയ മലക്കുകളുമാണ്. റുവിയ അന്ന അബൂജഹൽ മർറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കൂടെ യുസല്ലി ഇൻദൽ മഖാം ഇബ്രാഹിമിൻ്റെ അടുത്ത് റസൂൽ നിസ്കരിക്കുകയാണ്. അങ്ങനെ അതിലൂടെ ആ സമയത്ത് അബൂജഹൽ അതിൽ നടന്നു പോയി. അപ്പോൾ അബൂജഹൽ പറയാം, അലം മൻഹക്കാൻഹാദ യാ മുഹമ്മദ്, മുഹമ്മദ്, ഇത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിസ്കരിക്കാൻ പാടില്ല എന്ന്? പരസ്യമായിട്ട് ഇതാ വലദഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖൗൽ. അപ്പോൾ റസൂല് അവനോടൊന്ന് ശക്തിയായി ഒന്ന് സംസാരിച്ചു. അപ്പോൾ ഖാല അബൂജഹൽ, അപ്പോൾ അബൂജഹൽ പറയും, ഈ ഷൈഇൻ തുഹദ്ദിദുനി യാ മുഹമ്മദ്, മുഹമ്മദേ, എന്തുകൊണ്ടാണ് നീ എന്നെങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? വല്ലാഹി ഇന്നി ലഅക്സറു അഹ്ലുൽ വാദി ഹാദാ നാദിയൻ, ഈ താഴ്വരയിലെ നിവാസികളിൽ കണ്ടമാനം ആളുകളുണ്ട്. ആ ആളുകൾ അതൊക്കെ എൻ്റെ സഭയിലുള്ള ആളുകളാണ്, അവരെ ഞാൻ വിളിക്കും. അപ്പോൾ അല്ലാഹു തആല ഇറക്കിയതാണ് ഫല്യദുനാദിയഹു, അവൻ്റെ ആളുകളെ അവൻ വിളിച്ചോട്ടെ, അവൻ്റെ കൂട്ടാളികളെ, അവൻ്റെ സഭയിലുള്ളവരൊക്കെ വിളിച്ചോട്ടെ, അവൻ്റെ ക്ലബിലുള്ളവരെ. നാദി എന്ന് നമ്മൾ സാധാരണ പറഞ്ഞാൽ ക്ലബ് എന്നാണ്. ക്ലബിൽ കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ, കളിക്കാനും മറ്റുമൊക്കെ ആയിട്ട്. അതാണ്. അപ്പോൾ ആ താഴ്വരയുള്ള ആളുകളൊക്കെ അവൻ കൂട്ടിയിട്ട് ഒരു ക്ലബ് ഉണ്ടാക്കിയിട്ടുണ്ട്, ക്ലബ്ബ്. അതുകൊണ്ടാണ് അവൻ ആ ക്ലബിലുള്ള ആളുകളെ വിളിക്കുന്നു പറയുന്നത്. ക്ലബ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സഭ. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു സബാനിയ, നമ്മൾ വിളിക്കുക സബാനിയാക്കളെ. സബാനിയ എന്ന് പറഞ്ഞാൽ ജഹന്നമിനെ കാക്കുന്ന മലക്കുകൾ. ഖാലബിൻ അബ്ബാസ് അവനെങ്ങാനും അവൻ്റെ ക്ലബിലുള്ള ആളുകളെ, അവൻ്റെ നാദിയിലുള്ള ആളുകളെ വിളിച്ചിരുന്നുവെങ്കിൽ അല്ലാഹു തആലയുടെ ഈ അദാബിൻ്റെ മലക്കുകൾ അവനെ പിടികൂടും. ആ സായത്തിൽ തന്നെ അവനെ പിടികൂടുമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്നാൽ യാതൊരു സംശയവുമില്ല, ലാ തുത്തിഉഹു, നീ അവന് വഴിപ്പെടരുത് ഒരു കാര്യത്തിലും. വസ്ജുദ്, നീ സുജൂദ് ചെയ്യുക. വഖ്തരിബ്, അള്ളാഹുവിനോട് അടുക്കാനുള്ള കാര്യങ്ങളിൽ കൂടുതൽ അള്ളാഹുവിനോട് അടുത്തുകൊണ്ട് നീ പ്രവർത്തിക്കുക എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ലാ തുത്തിഉഹു, അവൻ്റെ വാക്കുകളെന്നും നീ അവഗണിക്ക്. വാദിബാല സുജൂദിക്ക സലാത്തിക്ക, നിന്റെ നിസ്കാരവും സുജൂദും ഇതൊക്കെ നീ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക. ലാ വഖ്തരിബ്, ലാ തുത്തിഉഹു, അവൻ്റെ വാക്കുകളെ നീ അനുസരിക്കരുത്. വസ്ജുദ് വഖ്തരിബ്, നീ സുജൂദിലും നിസ്കാരത്തിലുമായിട്ട് പ്രവേശിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. വഖ്തരിബ്, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനുള്ള കാര്യങ്ങളും ചെയ്യുക. ഇതിൻ്റെ തഫ്സീറിൽ വാദിബ് അലാ സുജൂദിക്ക,
നിന്റെ സുജൂദിൽ നീ സ്വലാത്തിക്കാൻ നിന്റെ നമസ്കാരത്തിലും സുജൂദിലും വ്യാപൃതനായിക്കൊണ്ട് നീ മുന്നോട്ട് പോകണം. അപ്പോൾ തഖറബിദാലിക്ക് ഇതുകൊണ്ട് ഇലാ റബ്ബിക്ക നിന്റെ റബ്ബിലേക്ക് നീ അടുക്കുകയും ചെയ്യുക. ഹദീസിലുണ്ട് സാജിദ്, ഒരു മനുഷ്യൻ അവൻ്റെ നാഥനുമായിട്ട് ഏറ്റവും അടുക്കുന്നത് സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിലാണ് എന്ന് ഹദീസിലുണ്ട്. ഇങ്ങനെ 19 ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. 19ാമത്തെ ആയത്തും അവസാനിച്ചു. ഈ എല്ലാ വീഡിയോയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ഉണർത്തുന്നു. മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടുന്നതും നിങ്ങൾ ചെയ്യണം. ഖുർആൻ നമ്മൾക്ക് ആ ഖുർആൻ്റെ നൂറ് ഏതവസരത്തിലും നമ്മളിൽ എല്ലാവരിലും പ്രചോദിതമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.